ഉമറിനെ നന്നാക്കിയതൊരായത്താ, ഫുദൈൽ ഇബ്നു അയാദിനെ നന്നാക്കിയ ഒരായത്താ, ഒരുപാട് പേരെ നന്നാക്കിയത് പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളാ. പക്ഷേ നമുക്ക് നന്നാകാൻ പറ്റുന്നില്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നില്ല. ഒരായത്തല്ല 1000 ആയത്ത് കേട്ടാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ 6600 പരം വരുന്ന ആയത്തുകൾ കേട്ടാൽ നമുക്കൊരു മാറ്റമില്ലടോ, നമുക്കൊരു പേടിയില്ലടോ. പടച്ചവനെ നമ്മൾ ആസ്വദിക്കുകയാണ്. ഇന്നത്തെ ചെറുപ്പക്കാർ പറയുന്ന ഉസ്താദേ ജീവിതം ആസ്വദിക്കാറുള്ളതാണ്, നിങ്ങൾ എത്ര വയത് പറഞ്ഞാലും ഞങ്ങൾ നന്നാകില്ല, ഞങ്ങൾ മാറില്ല, ജീവിതം ആസ്വദിക്കാനുള്ളതാ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കി നടക്കുന്ന യുവത്വമേ, വാപ്പ ചോദിക്കുന്നു എന്തേ ഉസ്താദേ എന്റെ പൊന്നുമോൻ ഇങ്ങനെ ആയി പോയത്, എത്ര ഉപദേശിച്ചിട്ടും നന്നാകുന്നില്ലല്ലോ, അവൻ എന്നെ തല്ലാൻ വരുന്ന ഉസ്താദേ, അവൻ ഈ പ്രായത്തിൽ കഞ്ചാവടിക്കുകയാ, അവൻ ഉമ്മാന്റെ നേരെ കൈവെക്കുകയാ, ഉമ്മയെ ചീത്ത വിളിക്കുകയാ. പടച്ചവനെ എത്ര ഉപദേശിച്ചിട്ടും ഇന്നത്തെ യുവതലമുറ നന്നാകുന്നില്ല. വാപ്പ ചോദിക്കുന്നു എന്തേ അതിന്റെ കാരണമെന്ന്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ സങ്കടം ഉസ്താദേ വാപ്പയ്ക്ക് 50-60 വയസ്സായി, വാപ്പ നന്നാകുന്നില്ല ഉസ്താദ്, പ്രായം ചെന്നിട്ട് പോലും എന്റെ ഉമ്മ നന്നാകുന്നില്ലല്ലോ, എന്റെ വാപ്പ നന്നാകുന്നില്ലല്ലോ. എന്തേ അതിന്റെ കാരണമെന്ന് ചോദിക്കുന്നവര്, അതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാ. എന്തുകൊണ്ടാണ് ഉപദേശങ്ങൾ കേട്ടിട്ട് നന്നാകാൻ പറ്റുന്നില്ല? കണ്ണിന്റെ മുമ്പിൽ പലതും കണ്ടിട്ട് അവർക്ക് നന്നാകാൻ പറ്റുന്നില്ല. ഇവന് ഹൃദയമില്ലേ, ഇവന്റെ ഹൃദയത്തിന്റെ സ്ഥാനത്ത് കരിമ്പാറയാണോ എന്ന് സങ്കടത്തോടെ പറയുന്ന ഉമ്മ, അതിന്റെ കാരണമാ ഞാൻ പറയുന്നത്, അതിന്റെ കാരണമാ ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് പടച്ചവനെ ഇന്ന് മുസ്ലിം സമുദായത്തെ ഏറ്റവും കൂടുതൽ നാണം കെടുത്തുന്നത് നമ്മുടെ സമുദായം തന്നെയാ. ഇന്ന് ഫർദയിട്ടുകൊണ്ട് ചാനലുകളിൽ കയറിയിരുന്നിട്ട് എന്തെല്ലാം വൃത്തികേടുകൾ വിളിച്ചു പറയുന്നവരുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിയാ ഫർദയിട്ട തലയിൽ തുണിയിട്ട പെണ്ണിന്റെ വീഡിയോ കാണാൻ എന്ത് രസമെന്നറിയോ, കളിയാക്കുന്നടോ, പ്രസംഗിക്കുന്ന ഉസ്താദന്മാരെ ട്രോളുന്നടോ, പരിഹാസവും ധിക്കാരവുമല്ലേ ചെറുപ്പക്കാരാ. അള്ളാന്റെ സ്വർഗത്തിനെ കളിയാക്കുന്നവരില്ലേ, നരകമില്ലെന്ന് പറയുന്നവരില്ലേ, മരിച്ചാ സർവ്വതം തീർന്നെന്ന് പറയുന്ന യുവത്വമേ, എന്തുകൊണ്ടാണ് നീയൊക്കെ ഇങ്ങനെ ആയി പോയതിന്റെ കാരണമെന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമിനെ പരിഗണിക്കാതെ വന്നപ്പോ, ഖുർആനിനെ കളിയാക്കിയപ്പോ, ഖുർആനിനെ പരിഹസിച്ചപ്പോ, അല്ലാഹുവിന്റെ ഖുർആന് പിരിക്കാറുള്ളതാണെന്ന് പറഞ്ഞു പുച്ഛിച്ചപ്പോ അല്ലാഹു തരുന്ന ശിക്ഷയാ പറയുന്നത്. വൈന തദഊഹും മിനൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അവരുടെ ഹൃദയത്തിൽ ഹിദായത്തിന്റെ വെളിച്ചം കേറൂല, അവര് നന്നാകില്ല, അവര് നന്നാകില്ല, അവരുടെ ഹൃദയത്തിന്റെ അകത്ത് ഈമാനിന്റെ വെളിച്ചം കേറൂല. വാപ്പാ നീ എത്ര ഉപദേശിച്ചാലും അവര് നന്നാകില്ല, എന്തെല്ലാം പറഞ്ഞു കൊടുത്താലും അവര് കേൾക്കില്ല, നീ എത്ര ഉപദേശിച്ചാലും നിന്റെ മക്കള് കേൾക്കാറില്ല. ഉസ്താദന്മാരല്ല, മാതാപിതാക്കളല്ല, ആര് ഉപദേശിച്ചാലും അവര് കേൾക്കില്ലടോ. കേൾക്കാത്തതിന്റെ കാരണം എന്താണ്? വൈദ ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സഗൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹു നിന്റെ പൊന്നുമോന്റെ ചെവി അടച്ചു വെച്ചിരിക്കുകയാ. അല്ലാഹു
അള്ളാഹു നിന്റെ മകളുടെ ചെവി അടച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെങ്ങനെ കേൾക്കുക? അവരുടെ ചെവി അള്ളാഹു അടച്ചു വെച്ചിരിക്കുകയാണ്. ഫലമ്മാ സാഹു അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അവർക്ക് മനുഷ്യത്വമുണ്ടാകില്ല. കാരണം അവരുടെ ഹൃദയം അല്ലാഹു സീല് വെച്ചിരിക്കുകയാണ്. ഹൃദയം സീല് വെച്ചു, ചെവി അടച്ചു വെച്ചു. പിന്നെ എങ്ങനെയാ നിന്റെ മക്കൾ നന്നാകുന്നത്? എങ്ങനെയാണ് യുവതലമുറ നന്നാകുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിനെ കളിയാക്കുന്നവർക്ക് റബ്ബ് തരുന്ന ശിക്ഷയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നന്നാകാൻ പറ്റുന്നില്ല, ഖുർആൻ കേട്ടിട്ട് നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റുന്നില്ല, ഭയക്കണം സഹോദരാ, പേടിക്കണം ബാപ്പമാര് ഉമ്മമാരെ. അല്ലാഹു എഴുതി തള്ളിയാ പിന്നെ നിന്നെ രക്ഷപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, ഖുർആനിലേക്ക് മടങ്ങിക്കോ. അള്ളാന്റെ ഖുർആനിനെ സ്നേഹിക്ക്, അതിനെ ആദരിക്ക്, അതിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്ക്. ഒന്നുകൂടി അല്ലാതെ തൊടാൻ പാടില്ല. ആ ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആ ഖുർആനിലൂടെ അള്ളാഹു പറയുന്ന കാര്യങ്ങൾ പാരായണം ചെയ്താ മാത്രം പോരാ. ആ പറയുന്നത് എന്താണെന്ന് ചിന്തിക്ക്, അത് പറയുന്നത് എന്താണെന്ന് ചിന്തിക്ക്. നിസാരമാക്കല്ലേ. ഖുർആൻ സാധാരണ ആളല്ല, ഖുർആൻ സാധാരണ ആളല്ല. നിനക്ക് സ്വർഗം വാങ്ങിത്തരാ. സ്വർഗത്തിന് പവറുണ്ടെന്ന്, ഖുർആനിന് പവറുണ്ടെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖുർആനിന് നിനക്ക് സ്വർഗം വാങ്ങിത്തരാ. ശഫാഅത്ത് ചെയ്യാൻ അർഹതയുണ്ട്. ഖുർആനിന് സ്വർഗം വാങ്ങിത്തരാൻ അധികാരമുണ്ട്. നരകം വാങ്ങിക്കൊടുക്കാനും അധികാരമുണ്ട്. അതുകൊണ്ട് ഖുർആനിലേക്ക് മടങ്ങ്, ഖുർആൻ പഠിക്ക്, ഖുർആനുമായി ബന്ധപ്പെട്, ഖുർആൻ അനുസരിച്ച് ജീവിക്ക്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച രണ്ട് മക്കള് ഇന്ന് നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ ഹാഫിളീങ്ങളായല്ലോ. അവര് സാധാരണ ആൾക്കാരല്ല, അവര് സാധാരണ ആൾക്കാരല്ല. പടച്ചവനെ, ഇത്രയും ഉസ്താദന്മാര് ഇവിടെ നിന്ന് സനദ് വാങ്ങിയല്ലോ. എന്നാ രണ്ടുപേരെയാണ് ഹാഫിൾ എന്ന് വിളിച്ചത്, രണ്ട് മക്കളെയാണ് ഹാഫിൾ എന്ന് വിളിച്ചത്. ഹാഫിളിന്റെ മഹത്വം എന്തെന്നറിയുമോ? ഹാഫിളിന്റെ സ്ഥാനം എന്തെന്നറിയുമോ? മക്കളെ പഠിപ്പിക്കാൻ വിടാൻ മനസ്സില്ലാത്ത മാതാപിതാക്കള് അല്ലാഹു ഇത്രയും വലിയ ഒരു സൗകര്യം തന്നില്ലേ? നിങ്ങളുടെ നാട്ടിൽ തന്നെ മനോഹരമായ രീതിയിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന നല്ല ഒരു സ്ഥാപനമുണ്ടായിട്ട് നിങ്ങൾ എത്ര പേരാ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നത്? ഈ ഇരിക്കുന്നവരോട്, ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ ഈ നാട്ടുകാരെത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ഈ നാട്ടുകാരെത്ര ഉണ്ടാവും ഉസ്താദ്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ നാട്ടിൽ ഇത്രയും നല്ല ഒരു സ്ഥാപനം ഉണ്ടായിട്ട് 10 കൊല്ലമായിട്ട് ഈ സ്ഥാപനം നിൽക്കുന്നു. എൻ്റെ മനസ്സ് പറയുന്നു, ഒറ്റ ഒരെണ്ണം പോലും ഈ നാട്ടിൽ നിന്നുണ്ടാകില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഉണ്ടോ ഉസ്താദ്? ആരെങ്കിലും ഉണ്ടോ? ഇതാ അറിയില്ലടോ നമുക്കതിൻ്റെ വില. 2 മക്കൾ ഹാഫിളീങ്ങളായി, 2 കുട്ടികൾ ഹാഫിളീങ്ങളായി. നമ്മൾ സാധാരണ മക്കൾ എന്ത് വിളിക്കും? എടാ എന്ന് വിളിക്കും. സാധാരണ കുട്ടികളെ എടാ എന്ന് വിളിക്കും. സത്യം പറഞ്ഞാൽ ഖുർആൻ പഠിച്ചവരെ എടാ എന്ന് പോലും വിളിക്കാൻ പാടില്ല എന്ന മഹത്തുക്കൾ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഖുർആൻ പഠിച്ചവരെ എന്ത് വിളിക്കരുത്? ഖുർആൻ പഠിച്ചവൻ എന്ത് വിളിക്കരുത്? എടാന്ന് വിളിക്കരുത്. ഈ ഹാഫിളായ 2 മക്കളെ തൊടണമെങ്കിൽ ഒളു കൊടുക്കണം, പിന്നല്ലേ ബാക്കി. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ എത്ര നീ ഇരിക്കണം മക്കളെ, ഞാൻ നിങ്ങളെ കൊച്ചാക്കിയതെന്നല്ലട്ടാ. ഇവരതിനേക്കാളും ഹാഫിള ആയുള്ളെങ്കിൽ ഇവരാ ഖുർആനിൻ്റെ അർത്ഥം പഠിച്ചവരാ. അള്ളാഹു മക്കൾക്ക് സ്ഥാനം നൽകുമാറാകട്ടെ. പക്ഷെ ആലിമാകാൻ പറ്റും, ഹാഫിളാകാൻ എല്ലാവർക്കും പറ്റൂല. ആലിമാകാൻ എല്ലാവർക്കും പറ്റും, ഹാഫിളാകാൻ എല്ലാവർക്കും പറ്റൂല. ആരാ ഹാഫിൾ എന്ന് പറഞ്ഞാൽ? അതാ നബിതങ്ങളെ ഹാഫിള. ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ. നബിതങ്ങളുടെ പേര് പറയുമ്പോൾ അൽ ഹാഫിൾ എന്ന് പറയേണ്ടവൻ. നബിതങ്ങൾ ഹാഫിളായിരുന്നു. ഹാഫിളാണെന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞതല്ല. ജിബ്രീൽ അലൈഹിസ്സലാം റമളാൻ മാസത്തിൽ വന്നിട്ട് ദൗറ ചെയ്യുമായിരുന്നു നബിതങ്ങളെ.
നബിതങ്ങളെ ദൗറ ചെയ്യുമായിരുന്നു എന്ന് ചരിത്രം പഠിക്കുന്നു. നബിതങ്ങളെ ഹാഫിളാടോ. ബദറിൽ പങ്കെടുത്ത സ്വഹാബത്തിൻ്റെ ജനാസ ഖബറടക്കുമ്പോൾ ആദ്യം ഖബറടക്കാൻ പറഞ്ഞത് ഹാഫിളീങ്ങളെയാ. അതാണ് ഖുർആൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഈ പാവപ്പെട്ട മനുഷ്യൻ, അള്ളാഹു അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ രാഷ്ട്രീയക്കാരനാണ്. രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധാരണ ചെയ്യാറില്ല, ഉള്ളത് ഞാൻ പറയാമല്ലോ. രാഷ്ട്രീയക്കാരനാണെങ്കിലും പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കൊടുത്ത വലിയൊരു ഭാഗ്യം, നല്ലൊരു മനസ്സുണ്ടായിടോ. ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഉമ്മ കിടക്കുന്നത് ഈ പള്ളി, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, അതുപോലെ തന്നെ കുടുംബത്തിൽ എന്നോട് പറഞ്ഞു ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. ഉസ്താദ് അവറുകൾ പറഞ്ഞു, മരിക്കുമ്പോൾ ഇതൊക്കെയാടോ ജീവിതത്തിൽ. ജീവിതത്തിൽ മരിച്ചു പോകുമ്പോൾ എന്തുണ്ടെന്ന് ചോദിച്ചാൽ ആ മനുഷ്യന് കബറി കിടന്ന് ആസ്വദിക്കാൻ അൽഹംദുലില്ലാ ഒരു സ്ഥാപനം, അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്ന ഒരുപാട് മക്കൾ, ഇതൊക്കെ ഈ ജീവിതത്തിൽ ഉണ്ടാകൂ. എന്തേ നിങ്ങളതിന് തയ്യാറാകാത്തത്? ആ മനുഷ്യൻ ഇത്രയും നല്ല ഒരു ആഗ്രഹത്തോടെ വെക്കുമ്പോൾ എന്തേ ബാപ്പ നിൻ്റെ മക്കളെ ഹാഫിളാക്കാൻ, നിൻ്റെ മക്കളെ ആലിമാക്കാൻ? എന്തേ നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലെ മക്കൾ ഹാഫിളീങ്ങളും ആലിമീങ്ങളായി പോകുമ്പോൾ നിങ്ങൾക്ക് എന്തേ ആ മനസ്സില്ലാതെ പോയത്? അത് എത്രത്തോളം വലിയ മഹത്വമുള്ള കാര്യമാണ്. അള്ളാഹു നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളും ആലിമീങ്ങളുമാക്കി തരുമാറാകട്ടെ. വലിയ പ്രതിഫലമാ സഹോദര. ഈ കുട്ടികളുടെ മഹത്വം എന്താ? ഈ കുട്ടികളുടെ മഹത്വം എന്ന് പറഞ്ഞാൽ ഇവരാരെങ്കിലും ഇവിടുത്തെ ഖബർസാനിലേക്ക് ഇറങ്ങിപ്പോയാൽ മതി. ഈ മക്കള് ഇവിടുത്തെ ഖബർസാനിലേക്ക് ചുമ്മാതെ ഇറങ്ങിപ്പോയാൽ മതി. ഖബറാളികളുടെ ശിക്ഷ അള്ളാഹു നിർത്തിവെക്കും. ഈ മക്കൾ ഇറങ്ങിപ്പോയതിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ഖബറാളികളുടെ ശിക്ഷ നിർത്തിവെക്കും. അതാ പ്രതിഫലം. നമ്മൾ ഇറങ്ങിപ്പോയാലോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അതാ. ഈ മക്കളുടെ ദുആ, അവരുടെ ദുആയ്ക്ക് ഇജാബത്തുണ്ട്. ഈ ഹാഫിളീങ്ങളായ മക്കളെ ഖബർസാനിൽ കൊണ്ട് ഖബറടക്കി 10 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ ഖബർ മാന്തി നോക്ക്, അവന്മാരുടെ ശരീരത്ത് ധരിപ്പിച്ചിരുന്ന കഫൻ തുണി പോലും നശിക്കില്ലടോ. അതാ ഹാഫിള്. മണ്ണ് തിന്നൂല, ഹാഫിളിൻ്റെ ശരീരം മണ്ണ് തിന്നൂല. അത്രയ്ക്കും മഹത്വമാ സഹോദര. അതുകൊണ്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, നമ്മുടെ മക്കളെ ദീനീ ബോധമുള്ളവരാക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് അള്ളാഹു 3 മക്കളെ തന്നു. സിനാനും നഈമും നുഅ്മാനും 3 പേരെയും ഹാഫിളാക്കണമെന്ന എൻ്റെ ആഗ്രഹം. എന്തേ എൻ്റെ ആഗ്രഹം? ഞാനൊരിക്കൽ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയി. ഞാൻ ഖബർ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോൾ വാതിലിൽ പള്ളിയുടെ ഗേറ്റിൻ്റെ ഭാഗത്തൊരു സഹോദരി നിൽക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു, ഉസ്താദെ എൻ്റെ മകൻ സിയാറത്തിന് പോയതാ, ബസ് വരാൻ സമയമായി, അവന് കോളേജിൽ പോകണം, ഒന്ന് പറഞ്ഞു വിടാൻ പറഞ്ഞു. ഞാൻ ഖബർസാനിലൂടെ നടന്നു നോക്കി, ആരെയും കാണാനില്ല. കാരണം പള്ളിക്കാടാണല്ലോ. ഇവൻ ചെറിയ കുട്ടിയായത് കാരണം കാണാൻ കഴിഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞ് ഞാൻ പുറത്തു വന്നിട്ട് ആ സഹോദരിയോട് പറഞ്ഞു, ആരെയും കണ്ടില്ല.
ത്തിന്റെ സ്വർഗം വാങ്ങിക്കൊടുക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. അതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകൂ, ജീവിതത്തിൽ അതൊക്കെ കാണൂ. അല്ലാതെ നമ്മൾ ചിന്തിക്കടോ ഉമ്മാനെ മക്കളാ ഇന്ന് തല്ലിക്കൊള്ളുന്നേ, ഉമ്മയെ മക്കൾ നിങ്ങൾ ആർക്കാ ഈ കൂട്ടി വെക്കുന്നേ? ആരും പൈസ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, പൈസ കൂട്ടി വെക്കുന്നു, നീ തിന്നാൻ നിനക്കില്ല, ധരിക്കാനില്ല. ഇവിടെ നീ ആർക്കും കൊടുക്കാതെ ഇങ്ങനെ പൂഴ്ത്തി വെച്ചിരിക്കുന്നു. ആർക്കാ? മക്കൾക്ക്. ഉമ്മ ഇപ്പോഴേ സ്വർണത്തിന് വില കൂടിയത് കാരണം മക്കളെ കെട്ടിക്കാൻ സ്വന്തം പോലും ധരിക്കാതെ ലോക്കറി കൊണ്ട് വെച്ചിരിക്കുക ഉമ്മമാര് സ്വർണം. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ വാപ്പ, നീ ഇന്ന് രാത്രി മരിച്ചുപോയാ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പോലും നിന്റെ മോൻ അറിയത്തില്ല. നീ ചിന്തിച്ചേ, നീ മരിച്ച നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തു വെക്കുമ്പോൾ അവൻ നാട്ടുകാരെ നോക്കി നിൽക്കും, ആരെങ്കിലും ഉണ്ടോ എൻ്റെ വാപ്പാനെ കുളിപ്പിക്കാൻ? നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പോലും നിന്റെ മകൻ അറിയില്ല. ഉമ്മമാര് ചിന്തിക്കണം, നിന്റെ ജനാസ കുളിപ്പിക്കാൻ പോലും നിന്റെ മകൾക്കറിയില്ല. അവൾക്ക് വേണ്ടിയാ നീ കൂട്ടി വെച്ചിരിക്കുന്നത്. മരിച്ചുപോയ വാപ്പയുടെ കടം പോലും വീട്ടാത്ത മക്കളുടെ കാലമാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോഴാ ഈ ഖുർആൻ പഠിക്കുന്ന മക്കളെ സ്നേഹിക്കുമ്പോൾ ഈ ഇരിക്കണ ഉസ്താദന്മാർ മുഴുവനും എപ്പോഴും ഞങ്ങൾ ദുആ ചെയ്യും, അല്ലാഹുവേ അല്ലാഹുവേ. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഹിഫ്ദ് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭക്ഷണം തന്ന ഒരു വീടുണ്ട്. ഈ പ്രാവശ്യം ഞാൻ ഉംറയ്ക്ക് പോയപ്പോൾ അവരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ഉമ്മ എല്ലാവരോടും പറയുന്നു, എനിക്ക് 3 മക്കളല്ല 4 മക്കളാവുള്ളത്. അവരിങ്ങനെ പറഞ്ഞു, എനിക്ക് 2 പെണ്ണും 1 ആണുമാണ് അവർക്കുള്ളത്. ആ ഉമ്മ പറയുന്നു, എനിക്ക് 4 മക്കളുണ്ട്. അപ്പം ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു, നിങ്ങൾക്ക് 4 മക്കളോ? എടാ സിറാജ, നീ എൻ്റെ മോനല്ലേടാ. എൻ്റെ പ്രിയപ്പെട്ടവർ, സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയടോ. അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഞാൻ എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. ഈ ഇരിക്കുന്ന ഓരോ ഉസ്താദന്മാരും, ഈ പഠിച്ച മുത്തഅല്ലിമീങ്ങൾ, ഇവർ മരിക്കുന്ന കാലം വരെ ദുആ ചെയ്യും, അള്ളാഹുവെ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, ഞങ്ങളെ സഹായിച്ചവർ, നീ അവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. നിൻ്റെ വീടറിയില്ല, നിൻ്റെ പേരറിയില്ല, നീ കൊടുത്തതാ മക്കൾക്കറിയില്ല, എന്നാലും മരിക്കുന്ന കാലം വരെ ഈ മക്കൾ ദുആ ചെയ്യും. അതാണോ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഞാൻ പറയുന്നു, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഒരു കുടുംബത്തിൽ ഒരാളെയെങ്കിലും ഹാഫിളാക്കടോ. നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഈ നാട്ടുകാർക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്താ? അൽഹംദുലില്ലാ, ജനാസ പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോൾ ഒരു ഹാഫിളില്ലേ വാപ്പ നിസ്കരിക്കാൻ? ഒരു ഹാഫിളില്ലേ? ഓൻ്റെ ദുആയ്ക്ക് ഇജാബത്തുണ്ടല്ലോ. എത്ര വലിയ ഭാഗ്യവാ. ജീവിതത്തിൽ എന്തെങ്കിലും സങ്കടമോ പ്രയാസമോ ഓടി വന്നാൽ, എന്തെങ്കിലും ഒരു വേദന വരുമ്പോൾ ഓടി വന്നിട്ട് അൽഹംദുലില്ലാ ഉസ്താദെ മുത്തഅല്ലിമീങ്ങളെ വിളിച്ചിരുത്തിയിട്ടൊന്ന് ദുആ ചെയ്യണേ എന്ന് പറയിപ്പിക്കാൻ ഈ നാടിൻ്റെ വെളിച്ചമായൊരു സ്ഥാപനമില്ലേ? അള്ളാഹു ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അഡ്മിഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങളുടെ മക്കളിൽ ഒരാളെ ഉസ്താദാക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഹാഫിളാക്കടോ. നിൻ്റെ മകനോട് പറയണം, എടാ നിൻ്റെ ആയുസിൽ ഒരു 3 വർഷം എനിക്ക് താടാ മോനെ. എടാ നിൻ്റെ ഉമ്മയാടാ ചോദിക്കുന്നേ, നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ആയുസിൽ ഒരു 3 കൊല്ലം എനിക്കിതാ, നീ ഒന്ന് ഖുർആൻ പഠിക്കും മോനെ. ഒരു 3 കൊല്ലം മതിയല്ലോ ഒരാൾക്ക് ഹാഫിളാകാൻ. മോനൊന്ന് ഖുർആൻ പഠിക്ക്. അത് കഴിഞ്ഞ് നീ ഡോക്ടറോ എഞ്ചിനീയറോ പഴയതുപോലൊന്നും അല്ലടോ. പഴയ പോലെ ഇന്ന് ഉസ്താദന്മാർക്കൊക്കെ നല്ല വിദ്യാഭ്യാസമുണ്ട്. അൽഹംദുലില്ലാ, ഇന്ന് ഭൗതികവും ആത്മീയവുമായ, ഇന്ന് ഇംഗ്ലീഷൊക്കെ പറയുന്ന നല്ല രീതിയിൽ കുട്ടികളൊക്കെ ഉസ്താദന്മാർ ഇംഗ്ലീഷ് പറയുന്നേക്കും. ഇപ്പോൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ഒരു കുട്ടി ആരോ ഇംഗ്ലീഷ് പറയുന്നത് കേട്ട്, എന്നാ മനോഹരമായ രീതിയിൽ. ഏതെല്ലാം ഭാഷകൾ, അറബിയും ഉറുദുവും ഇംഗ്ലീഷുമൊക്കെ മനോഹരമായ രീതിയിൽ ഈ മക്കൾ പറയുന്നില്ലേ? ഡോക്ടർമാരില്ലേ, എഞ്ചിനീയർമാരില്ലേ? എത്ര മനോഹരമായ രീതിയിൽ അൽഹംദുലില്ലാ ഇന്ന് ഉസ്താദന്മാർ. അതുകൊണ്ട് ഭൗതികവും ആത്മീയവും രണ്ടും ഇന്ന് സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിങ്ങളുടെ മക്കളെ സുരക്ഷിതമായി അൽഹംദുലില്ലാ ഈ ഉസ്താദന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ, റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അങ്ങനാക്കണം മക്കളെ. അല്ലാതെ റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന ദുനിയാവ് മാത്രമാക്കരുത്. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം 11 മണിയായി. ഞാൻ നിർത്തുകയാ. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല, ഞാൻ ഒരാളോടും പറഞ്ഞു വെച്ചിട്ടില്ല. ഞാൻ ചോദിക്കുമ്പോൾ ചാടി എഴുന്നേറ്റ് സദക്ക പറയാൻ ആരെയും ഞാൻ നിർത്തിവെച്ചിട്ടില്ല. അൽഹംദുലില്ലാ, ബഹുമാന്യനായ ഉസ്താദ് പറഞ്ഞു, വല്ലാതെ മനസ്സിന് വല്ലാത്ത സന്തോഷമുണ്ടോ. 38 ലക്ഷം രൂപ ഒരു കൊല്ലം വേണം. ഒരു കൊല്ലം 38 ലക്ഷം രൂപ വേണം. ഉസ്താദ് പറയുന്നു, ഒരു ഗ്ലാസ് വെള്ളം പോലും
ഈ മക്കൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന പൈസയിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും ഞങ്ങളാരും ആ പൈസ കൊടുത്ത് വാങ്ങിച്ച് കഴിക്കാറില്ല. കാരണം അമാനത്ത് എന്ന് പറഞ്ഞ അത്ര സൂക്ഷ്മതയാ. അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. അത്രയും ആത്മാർത്ഥമായിട്ട് അൽഹംദുലില്ലാഹ് ഇവിടെ ആദരിച്ച ഉസ്താദിനെന്താ, ഉസ്താദ് ശമ്പളവും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കണ ആള് ആലോചിക്കേ. അതാടോ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അള്ളാഹു തന്ന ജീവിതം നല്ലതിന് വേണ്ടി മാറ്റി. ഉസ്താദ് വേണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യണം കേട്ടാ. ഇൻഷാ അല്ലാഹ് വേണ്ടാന്നല്ലത്. അദ്ദേഹത്തിന് കടയിൽ പോയിട്ട് ഫാത്തിഹ ഓതിയ അരി കിട്ടത്തില്ലല്ലോ. മന്നും സെൽവ ഇറക്കി കൊടുത്ത പോലെ അല്ല ഇറക്കിയൊന്നും കൊടുക്കൂലല്ലോ. അപ്പം അൽഹംദുലില്ലാഹ് ഉസ്താദ് അങ്ങനെ ഒരു മനസ്സ് കാണിച്ചു. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൊടുക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഇത്രത്തോളം ആത്മാർത്ഥമായി അൽഹംദുലില്ലാഹ് അവർ ഈ മക്കളെ പഠിപ്പിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. പക്ഷേ ഇത് മുന്നോട്ട് പോകണം. ഇപ്പം അൽഹംദുലില്ലാഹ് അധികാരമുള്ളത് കൊണ്ട് ഇങ്ങനെ തട്ടിയും മുട്ടിയും പിന്നെ പല കാര്യങ്ങളും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ സഹായിച്ചു കൊണ്ടാണ് സ്ഥാപനം നടന്നു പോകുന്നത്. ഇതൊന്നും നിലനിൽക്കുന്ന കാര്യമല്ല. എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തു വെക്കണം. എത്ര കാലമാണ് നമ്മളിങ്ങനെ പിരിവെടുത്ത് ജീവിക്കുക? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴാണ് അൽഹംദുലില്ലാഹ് ഒരു നല്ല ലക്ഷ്യം. അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനത്തിനൊരു വരുമാനം വേണം. ഈ സ്ഥാപനത്തിനൊരു വരുമാനം വേണം. അപ്പോഴാണ് അൽഹംദുലില്ലാഹ് കുറച്ച് സ്ഥലം വാങ്ങി അവിടെ ഒരു റൂം കിട്ടിയാൽ അൽഹംദുലില്ലാഹ് എന്തെങ്കിലും ഒരു വരുമാനമാകുമല്ലോ. മാസാമാസം എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയാൽ അൽഹംദുലില്ലാഹ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു കബൂലാകുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കുന്നത് ഈ മക്കൾക്ക് വേണ്ടിയാ. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുന്ന, ആ ഖുർആനിൻ്റെ അർത്ഥം പഠിക്കുന്ന, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബുമായി സിനിമാ പാട്ടുകളും ഹൃദയത്തിൽ വെച്ചുകൊണ്ട് കളിക്കുന്ന മക്കളുടെ ഇടയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഈ മക്കൾ, ദുആ ചെയ്താൽ ഉത്തരം കിട്ടുന്ന ഈ മക്കൾ, ആ മക്കൾക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോടൊരു സദഖ ചോദിക്കുകയാ. എഴുന്നേറ്റ് ആരും ഓടരുത്. മനസ്സുണ്ടാകണം. നിർബന്ധിച്ചു വാങ്ങേണ്ട ഒന്നല്ല പിരിവ്. അത് മനസ്സല്ലയല്ലേ കൊടുക്കുന്നത്. ഹലാല് മതിയല്ലോ. ചിലപ്പോൾ കോടീശ്വരനായ ആളിവിടെ ഉണ്ടാകും, സ്വർണ്ണാഭരണം ഒരുപാടിട്ട പെണ്ണിവിടെ ഉണ്ടാകും. ഊരിക്കൊടുക്കാനുള്ള മനസ്സ് അള്ളാഹു കൊടുക്കില്ല. കാരണം അത് ഹറാമാ. അതിനകത്ത് ഹറാമായ സമ്പത്തുണ്ടാകാം. ഹലാലാണ് അള്ളാഹുവിന് വേണ്ടത്. അള്ളാഹു തയ്യിബ, അള്ളാഹു നല്ലതേ തിരഞ്ഞെടുക്കൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അൽഹംദുലില്ലാഹ് ഇന്നോ നാളെയോ കൊടുക്കണമെന്ന് പറയുന്നില്ല. സമാധാനത്തോടെ കൊടുത്താ മതി. അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനത്തിന്റെ ഒരു വരുമാന മാർഗമായി പടച്ചവനെ ഇവരെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോ അവരെ സഹായിക്കാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത്. ഇത് നാടിന്റെ വെളിച്ചമാണ്. ഒരേ ഒരു പ്രതിഫലമേ ഉള്ളൂ. നിങ്ങളോട് പറയാൻ ഒരുപാട് പ്രതിഫലമൊന്നുമില്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഒരു പ്രതിഫലം പറയാം. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഒരു പ്രതിഫലം പറയാ. ഇന്നല്ലാഹ സറാ മിനൽ മുഅ്മിനീന അൻഫുസഹും ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്നാ. അല്ലാഹു പറയുകയാ, സ്വർഗമാണ് പ്രതിഫലം, പകരം സ്വർഗമാണ് പ്രതിഫലം. അല്ലാഹു പറയുന്നു, നീ നിന്റെ സമ്പത്ത് എനിക്ക് നൽകിയാൽ നിനക്ക് സ്വർഗം തരാമെന്ന് അല്ലാഹു പറയുമ്പോ, പടച്ച റബ്ബിന്റെ ദീൻ പഠിപ്പിക്കുന്ന, ഖുർആൻ പഠിപ്പിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി പടച്ച റബ്ബേ മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന ഒരു സമയമുണ്ടല്ലോ. മലക്ക് ആകാശ ലോകത്ത് നിന്ന് 70 മുതൽ 70,000 വരുന്ന ഒരു സംഘവുമായി അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നു. കാലിന്റെ വിരല് മുതൽ റൂഹ് പിടിച്ചു. അവസാനം തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ പറയണമല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഷഹാദത്ത് കലിമ പറയണ്ടേ വാപ്പാ, ചിരിക്കണ്ടേ ഉമ്മ, വെള്ള
തുണിയുടെ അടിയിൽ കിടന്ന് ചിരിക്കണോ? മരിച്ചു കിടക്കുന്ന സമയത്ത് നിന്റെ നെറ്റിത്തടം വിയർക്കണ്ട്, മൂക്കിന്റെ ദ്വാരം വികസിക്കണ്ട്, മുഖത്തു പ്രകാശമുണ്ടാകണ്ട്, ചുണ്ടില് പുഞ്ചിരി ഉണ്ടാകണ്ട്, ശരീരത്തിന് മുഴുവനും സുഗന്ധമുണ്ടാകണ്ട്. ഒരു നല്ല മരണം വേണ്ടേ വാപ്പാ? ഉമ്മാ, നിന്റെ ഉമ്മ ചിരിച്ചത് കോമഡി കേട്ടിട്ടല്ല. പിന്നെ ചിരിക്കാനുള്ള കാരണം എന്തെന്നറിയുവോ? നിന്റെ മരിച്ചു കിടന്ന ഉമ്മാടെ മുഖത്തൊരു മഞ്ഞ നിറമായിരുന്നല്ലോ, ഒരു പ്രകാശമായിരുന്നല്ലോ. ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത ഒരു പ്രകാശമാണ് ചിലര് മരിച്ചു കിടക്കുമ്പോ അവരുടെ മുഖത്തുണ്ടാകുന്നത്. ആ പ്രകാശം ഏതെന്നറിയുമോ? അതാ മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുകയാണ്. വഅബ്ശിറൂ ബിൽ ജന്നാ, സ്വർഗമിങ്ങനെ കാണിച്ചു തരികയാ. കണ്ണിന്റെ മുമ്പിൽ സ്വർഗമിങ്ങനെ കാണിച്ചു തരികയാ. ആ സ്വർഗം കണ്ടുകൊണ്ട് സന്തോഷത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കാനുള്ള ഭാഗ്യമാ. അല്ലാഹുവേ, ആരെല്ലാം ഈ സ്ഥാപനത്തെ സഹായിക്കുന്നുണ്ടോ അവർക്ക് നല്ല മരണം കൊടുക്കണേ അല്ലാ. സഹോദരിമാരെ, സ്വർണമിടാത്ത ഒരാള് പോലുമില്ലല്ലോ. ഏറ്റവും കൂടുതൽ വഴുത് കേൾക്കാൻ വന്നിരിക്കുന്നത് പെണ്ണുങ്ങളാണല്ലോ. ഉമ്മാ, 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച നിന്റെ പൊന്നാര മക്കള് നിനക്ക് പ്രയോജനം ചെയ്തില്ലെങ്കിലും ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കളുണ്ടുമ്മാ, നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. ആ മക്കൾക്ക് വേണ്ടിയാ ചോദിക്കുന്നത്. മനസ്സറിഞ്ഞുകൊണ്ട് ഉരിയെടുത്തോ. ഇന്ന് രാത്രി മരിച്ച മക്കൾക്കുള്ളതാ നിന്റെ കയ്യിലുള്ളത്. ഇന്ന് നീ ഊരിക്കൊടുത്താ അതാണ് നിനക്ക് നല്ല മരണം കിട്ടാൻ. അത് മതി ഉമ്മ, നിനക്ക് സ്വർഗം കിട്ടാൻ അത് മതി പെങ്ങള്. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്ക്. അല്ലാഹുവേ, നീയാണ് മനസ്സ് കൊടുക്കുന്നത്, നീയാണ് പറയിപ്പിക്കുന്നത്, നീയാണ് തിരഞ്ഞെടുക്കുന്നത്. നാഥാ, ഇരിക്കുന്നവരിൽ സ്വർഗത്തിന്റെ അവകാശിയെ നീ തിരഞ്ഞെടുക്കണേ അല്ലാ. ദീനിൽ നിന്ന് ജനങ്ങൾ അകന്നു പോവുകയാണ്. എല്ലാവരും ദീനിൽ നിന്ന് അകലുകയാണ്. പടച്ചവനെ, നമ്മളെല്ലാവരും ദീനിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാ. ജനങ്ങൾക്ക് ദീനില്ലാതെ പോകുന്നു. വളർന്നു വരുന്ന യുവതലമുറകൾക്ക് ദീനില്ലാതെ പോകുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദര, പ്രായമുള്ളവരുടെ ടെൻഷൻ എന്താണെന്നറിയോ? പ്രായമുള്ളവരുടെ ടെൻഷന് പടച്ചവനെ, ഇന്ന് ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ കണ്ടാൽ എവിടെ നോക്കിയാലും പടച്ചവനെ, മുസ്ലിമീങ്ങൾ അതാ അവിടെ നിന്ന് നാണം കെടുത്തുന്ന രീതിയിൽ പരിശുദ്ധമായ ദീനിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമിനെ തീവ്രവാദി എന്ന്, ഭീകരവാദി എന്ന് മുദ്ര കുത്തപ്പെടാൻ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കഴിയുന്നത്. ഇതൊക്കെ കാണുമ്പോൾ പ്രായമുള്ളവർക്ക് വല്ലാത്ത ഭയമാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്തിനാ വാപ്പാ നീ ദീനിന്റെ കാര്യം ഓർത്തിട്ട്, പരിശുദ്ധമായ ദീനിന്റെ വിഷയമോർത്തിട്ട് നീ എന്തിനാ ഭയപ്പെടുന്നത്? എന്റെ മാതാപിതാക്കളോട് പറയുകയാ, നിങ്ങൾ ഭയപ്പെടണ്ട. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുണ്ടല്ലോ. ഈ ദീൻ അല്ലാഹുവിന്റെ മതമാണല്ലോ. ഈ പരിശുദ്ധമായ ദീൻ അല്ലാഹു ഉണ്ടാക്കിയതാണല്ലോ. ഈ ദീനിനെ നിലനിർത്താൻ അല്ലാഹുവിനറിയാം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. ദീൻ നശിച്ചു പോകുമെന്ന് നിങ്ങൾ ഒരാളും ഭയപ്പെടണ്ട. അല്ലാഹുവിന്റെ ദീൻ ഇല്ലാതെ പോകുമെന്ന് നിങ്ങൾ ആരും പേടിക്കണ്ട. ഈ ദീൻ നിലനിർത്താൻ അല്ലാഹുവിനറിയാം. ഈ
ദീനുണ്ടാക്കിയ പടച്ച റബ്ബിനറിയാ ഖിയാമത്ത് നാൾ വരെ ഈ ദീൻ നിലനിർത്താൻ നമ്മളുടെ ഒരാളുടെയും ആവശ്യമില്ലാതെ അല്ലാഹുവിന് ഇത് ലോകത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ അറിയുമടോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണല്ലോ ദീനിന്റെ അടിസ്ഥാനം. ഖുർആനാണല്ലോ. ആ ഖുർആൻ ഇല്ലാതായി പോകും, ആ ഖുർആൻ നശിച്ചു പോകുമെന്ന് നമ്മളാരും പേടിക്കേണ്ട സഹോദരാ. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ഈ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമെന്ന് അല്ലാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ പറയുകയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ദീൻ ലോകത്ത് നിന്ന് ഇല്ലാതായി പോകുമെന്ന് നീ ഭയപ്പെടണ്ട. അത് നശിച്ചു പോകുമെന്ന്, അത് കെട്ടുപോകുമെന്ന് ഒരിക്കലും നിങ്ങളാരും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് നിലനിർത്തുവാൻ ആ ദീനുണ്ടാക്കിയ പടച്ച റബ്ബിന് തന്നെ അറിയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. അത് ഖിയാമത്ത് നാൾ വരെ ഭൂമുഖത്ത് നിലനിർത്താൻ അല്ലാഹുവിനറിയാ. പിന്നെ പരിശുദ്ധമായ ദീനുണ്ടല്ലോ, ജീവിതത്തിൽ ഒരു തമാശയ്ക്ക് പോലും കള്ളം പറയാത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ, ഈ പരിശുദ്ധമായ ദീനുണ്ടല്ലോ പടച്ചവനെ കുടകിന്റെ പരിസരത്ത് മാത്രമല്ല ഈ ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും, കൊട്ടാരം മുതൽ കുടിൽ വരെ, പട്ടണം മുതൽ ഗ്രാമം വരെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന് വ്യാപിക്കുമെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോൾ ഈ വഅദ കേൾക്കാൻ വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട്, ദീനില്ലാതായി പോകുമോ, ഖുർആൻ നശിച്ചു പോകുമോ, മുസ്ലിമീങ്ങൾ ഇല്ലാതായി പോകുമോ എന്ന് പറയുന്ന ഒരു ഭയം നിങ്ങൾക്ക് ആർക്കും വേണ്ടടോ. അത് ഒരിക്കലും അല്ലാഹു അത് ഏറ്റെടുത്തിരിക്കുന്ന കാര്യമാണ്. പിന്നെ നീ ഭയപ്പെടേണ്ട വിഷയമേതാ? പിന്നെ നമ്മൾ ഭയപ്പെടേണ്ട വിഷയമേതാ? ലോകത്ത് ദീനില്ലാതെ പോകുമെന്നുള്ള ഭയമല്ല. നമ്മൾ ഭയപ്പെടേണ്ട കാര്യം എന്തെന്നറിയുമോ? നമുക്ക് ദീനില്ലാതെ പോകുന്നതിനെയാ. നമുക്ക് ദീനില്ലാതെ പോകുന്നടോ, നമ്മുടെ വീട്ടിൽ ദീനില്ലാതെ പോകുന്നടോ, നമ്മുടെ മക്കളിൽ ദീനില്ലാതെ പോകുന്നടോ, നമ്മൾ ദീനീ ബോധമില്ലാതെ ആയി പോകുന്നതിന് ഞാനും ഭയക്കണം, നിങ്ങളും ഭയക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭയക്കേണ്ട കാര്യം അതാണ്. നമുക്കാണ് ദീനില്ലാതെ പോകുന്നത്. നമുക്ക് ദീനുണ്ടായാൽ പടച്ചവനെ, നമ്മുടെ മുൻഗാമികൾക്ക് ദീനുണ്ടായത് കൊണ്ടാണ് അല്ലാഹുവേ ഒരു മുസ്ലിമിന്റെ ജീവിതം കണ്ടപ്പോഴാണ് ജനങ്ങൾ മതത്തിലേക്ക് കടന്നു വന്നത്. ആരുടെയും വഅദ കേട്ടിട്ടല്ല, ഒരാളുടെയും പ്രഭാഷണം കേട്ടിട്ടല്ല. ഒരു മുസ്ലിമായ ഒരു മനുഷ്യന്റെ ജീവിതം കണ്ടപ്പോ അല്ലാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങൾ കടന്നു വരികയാണ്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പണ്ടൊരു കാലമുണ്ടായിരുന്നടോ, എൻ്റെ അയൽവാസി മുസ്ലിമാണെന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നടോ. ഇന്നെല്ലാം മാറിയല്ലോ. ഇന്ന് മുസ്ലിമിനെ കാണുമ്പോ ജനങ്ങൾ ഓടി ഒളിക്കാൻ നോക്കുകയാണ്. കാരണം മുസ്ലിമാകുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരെ പോലെ ആകണമെന്നറിയുമോ? ഒരു യഥാർത്ഥ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരാകണമെന്നറിയുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ജനങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് ഹജ്ജിന് പോകാൻ തയ്യാറെടുക്കുന്ന സമയമാണല്ലോ. ഒരാള് കഅബയെ പോലെയാകണമെന്നാണ്, ഒരാള് കഅബയെ പോലെയാകണമെന്നാണ്. കഅബാലയത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും യാത്ര ചെയ്യാൻ കൊതിക്കുന്നവരാ, യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവരാ. പടച്ചവനെ, നമ്മൾ അല്പ ലീവ് കിട്ടുമ്പോൾ, ഒരു വെക്കേഷൻ കടന്നു വരുമ്പോൾ, ഒരു ഞായറാഴ്ച കടന്നു വരുമ്പോൾ നമ്മൾ കറങ്ങാൻ പോകുന്നവരാണല്ലോ. നമ്മൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, യാത്രയ്ക്ക് വേണ്ടി എവിടെ പോകണം? ഭർത്താവും മക്കളും ഒരുമിച്ച് കൂടുകയാണ്. അപ്പോഴാണ് ഒരാൾ പറയുന്നത് നമുക്ക് ഊട്ടിയിൽ പോകാം. അപ്പൊ പറയുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഊട്ടിയിൽ പോയതല്ലേ, അതുകൊണ്ട് കൊടൈക്കനാലിൽ പോകാം. അവിടെ നമ്മൾ പോയതല്ലേ, എങ്കിൽ നമുക്ക് മൈസൂർ പോകാം. പോയ സ്ഥലത്തേക്ക് പിന്നെ പോകാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല. നമ്മൾ പുതുമ ഇഷ്ടപ്പെടുകയാണ്. മറ്റൊരു
സ്ഥലത്തേക്ക് പോകാൻ കൊതിക്കുകയാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, ആ വിശുദ്ധമായ കഅബാലയത്തിൽ ഒരു പ്രാവശ്യമല്ല 1 കോടി പ്രാവശ്യം ഒരു മനുഷ്യൻ പോയാലും അവന് മടുപ്പ് തോന്നുന്നില്ല. ഉംറയ്ക്ക് പോകാൻ ഒരു അവസരം കിട്ടുമ്പോ, ഹജ്ജിന് പോകാൻ ഒരു അവസരം ഉണ്ടാകുമ്പോ ഞാൻ അവിടെ പോയതാണ്, അതുകൊണ്ട് അടുത്ത സ്ഥലത്ത് പോകാമെന്ന് ആരും പറയാറില്ല. എല്ലാവരും അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ആ കഅബയൊന്ന് കാണാൻ, ആ കഅബയൊന്ന് തൊടാൻ, ആ കഅബയുടെ കില്ല പിടിക്കാൻ, ആ ഹജറുൽ അസ്വദ് ഒന്ന് ചുംബിക്കാൻ, പടച്ചവനെ ആ കഅബ കണ്ടുകൊണ്ടെന്ന് നിസ്കരിക്കാൻ, ആ കഅബാലയത്തിലേക്ക് പോകാൻ ജനങ്ങൾ കൊതിക്കുകയാണ്, ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. കണ്ടാ മതി വരുന്നില്ല, പടച്ചവനെ ചാരത്തിരുന്നാ മതി വരുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര കണ്ട മനുഷ്യനാണെങ്കിലും അവസാനം പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിലൂടെ വിടവാങ്ങലിന്റെ തവാഫ് നടത്തുമ്പോ ഓരോ തവാഫ് കഴിയുമ്പോഴും അവന്റെ ഹൃദയമൊന്ന് പിടയ്ക്കുകയാണ്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുന്നിലൂടെ അവസാനം 7ാമത്തെ തവാഫ് നടത്തി കഴിയുമ്പോ അവന് കഅബയോട് സലാം പറയുന്ന ഒരു രംഗമുണ്ടോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിനോട് പടച്ചവനെ സലാം പറയുന്ന ഒരു സമയമുണ്ടോ. ഏതൊരു മനുഷ്യന്റെയും കണ്ണ് നിറഞ്ഞു പോകുന്ന സമയമാണ്. അവന്റെ ഹൃദയമൊന്ന് പിടയ്ക്കുകയാണ്, അവന്റെ കൈകാലുകളൊന്ന് വിറയ്ക്കുകയാണ്. അവസാനം കഅബാലയത്തിൽ നിന്ന് വിട പറയുമ്പോ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോ പടച്ചവനെ പിന്നെയും പിന്നെയും കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. അവൻ അപ്പോഴും അല്ലാഹുവോട് പറയുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുവേ, ഇനിയും എന്നെ ഇവിടെ എത്തിക്കണേ അല്ലാ, അവസാനത്തെ സിയാറത്താക്കല്ലേ അല്ലാ. ഇനിയും എനിക്ക് വരണം പടച്ചവനെ, ഇനിയും എനിക്ക് കാണണം പടച്ചവനെ, ഇനിയും എനിക്ക് ചുംബിക്കണം പടച്ചവനെ, ഇനിയും എനിക്കൊരവസരം തരണേ എന്ന് ആ കഅബാലയത്തെ അവസാനമായി കാണുമ്പോ അവിടെ നിന്നുകൊണ്ട് കരഞ്ഞു ദുആ ചെയ്തിട്ടാണ് വരുന്നത്. ഇതാണ് കഅബാലയത്തിന്റെ പ്രത്യേകത. ഇതാണ്, ഇതുപോലെയാണ് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ കഅബാലയത്തെ പോലെയാണ്. പടച്ചവനെ, ആരെങ്കിലും നബിതങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവനും മതി വരുന്നില്ലടോ. നബിതങ്ങളെ കണ്ടവന് പിന്നെയും കാണാൻ ആഗ്രഹമാണ്. നബിതങ്ങളോട് സംസാരിച്ചവർക്ക് പിന്നെയും സംസാരിക്കാൻ ആഗ്രഹമാണ്. നബിതങ്ങളുടെ കൂടെ ഇരുന്നവർക്ക് മടുപ്പ് വരുന്നില്ല സഹോദരാ, പിന്നെയും നബിതങ്ങളുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹമാണ്. നബിയോടൊപ്പം യാത്ര ചെയ്തവരുണ്ടല്ലോ, അവർക്ക് പിന്നെയും നബിതങ്ങളോടൊപ്പം യാത്ര ചെയ്യാൻ ആഗ്രഹമാണ്. ഒരിക്കലും മടുപ്പ് വരുന്നില്ല, ഒരിക്കലും മുഷിപ്പ് തോന്നുന്നില്ല, ഒരിക്കലും മതി വരുന്നില്ല. അതാണ് സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ചരിത്രം പഠിപ്പിക്കുന്നത് അതാണ്. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലൂടെ നടന്നു വരുമ്പോ എല്ലും തോലുമായിരിക്കുകയാണ്. വല്ലാതെ ശരീരം മുഴുവനും തളർന്നു പോയിരിക്കുകയാണ്. എന്തോ മാരക രോഗം പിടിച്ചവരെ പോലെ സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, സൗബാൻ, നിനക്കെന്തു പറ്റി സൗബാൻ? നിന്റെ പ്രയാസം എന്താണ് സൗബാൻ? നിനക്ക് എന്തെങ്കിലും രോഗമുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് ചോദിക്കുമ്പോ സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് രോഗമില്ല നബിയേ, എനിക്കൊരു പ്രയാസവുമില്ല നബിയേ, പിന്നെ എന്തുകൊണ്ടാണ് നീ എല്ലാം തോലുമായിരിക്കുന്നത്? നിന്റെ ശരീരം എന്തേ ഇത്ര ക്ഷീണിച്ചു പോയത്? സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാണ്, ടെൻഷനാണ് നബിയേ, വല്ലാത്ത ടെൻഷനാണ് നബിയേ. നബിതങ്ങൾ
തങ്ങൾ ചോദിക്കുന്നു, നിന്റെ ടെൻഷൻ എന്താണ്? അപ്പോഴാണ് സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാണ്, അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ, നബി തങ്ങളെ കാണുമ്പോൾ, അങ്ങയുടെ മുമ്പിലിരിക്കുമ്പോൾ, അങ്ങയുടെ പ്രഭാഷണം കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമാണ് നബിയേ, എനിക്ക് വല്ലാത്ത ആനന്ദമാണ് നബിയേ. പക്ഷേ അങ്ങയെ കാണാതെ വന്നാ വല്ലാത്ത ടെൻഷൻ വരുന്നു നബിയേ. ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല നബിയേ, സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നില്ല നബിയേ. ഇതാണടോ അള്ളാന്റെ റസൂലിന്റെ ഗുണമാണ്. കണ്ടാ മതി വരുന്നില്ല, കണ്ടാ കൊതി തീരുന്നില്ല, സംസാരിച്ചാ പിന്നെയും പിന്നെയും സംസാരിക്കാൻ തോന്നുകയാ. കൂടെ നടന്നാലും കൂടെ ഇരുന്നാലും പിന്നെയും പിന്നെയും കൊതിക്കുകയാണ്. ഒരു മുസ്ലിമിന്റെ ജീവിതം ഇതാണ്, ഒരു മുസ്ലിമിന്റെ ജീവിതം ഇതാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം കണ്ടാൽ ജനങ്ങൾ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരികയാ. ഒരു മുസ്ലിമിന്റെ ജീവിതം അങ്ങനെയാണ്, സ്വഹാബത്തിന്റെ ജീവിതം അങ്ങനെയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, യമനിലെ രാജാവാണ് സുമാമ. യമൻ എന്ന് പറയുന്ന രാജ്യത്തെ രാജാവാണ് സുമാമ. പടച്ചവനെ, സുമാമയ്ക്ക് അല്ലാഹുവിന്റെ ദീനിനോട് വല്ലാത്ത വെറുപ്പാണ്, നിബിതങ്ങളെ വല്ലാത്ത വെറുപ്പാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ നോക്കിയവനാണ് സുമാമ. നിബിതങ്ങളെ കൊല്ലാൻ നോക്കിയടോ. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നിബിതങ്ങളെ രക്ഷപ്പെടുത്തുകയാണ്. നിബിതങ്ങളെ കൊല്ലാൻ പറ്റാതെ വന്നതിന്റെ ദേഷ്യത്തില് ഒരുപാട് സ്വഹാബികളെ കൊല്ലുകയാണ്. പടച്ചവനെ, സുമാമ എന്ന് പറയുന്ന വൃത്തികെട്ടവനുണ്ടല്ലോ, ഒരുപാട് മുസ്ലിമീങ്ങളെ കൊല്ലുകയാണ്, ഒരുപാട് ഉപദ്രവിക്കുകയാണ്. അവന്റെ ഉപദ്രവവും അവന്റെ ശർറും സഹിക്കാൻ പറ്റാതെ വന്നപ്പോ നിബിതങ്ങൾ പറഞ്ഞു, സ്വഹാബാ, സുമാമ എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളയാറ് നിബിതങ്ങൾ പറഞ്ഞ മനുഷ്യനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സുമാമ അല്ലാഹുവേ, സ്വഹാബത്ത് തിരഞ്ഞു നടക്കുകയാണ്. അപ്പോഴാണ് ഒരു ദിവസം മദീനയിൽ പാതിരാത്രിയിൽ ഒരു മനുഷ്യനെ കാണുകയാണ്. അസമയത്തൊരു മനുഷ്യനെ കാണുകയാണ്. അവന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും സംശയമാണ്. ഇവൻ അല്ലാഹുവിന്റെ ദീനിന് അനുകൂലമാണോ, ഇവന് നമ്മുടെ ദീനിന്റെ ശത്രുവാണോ? അവന്റെ ചോദ്യങ്ങളും അവന്റെ പ്രവർത്തനങ്ങളും സ്വഹാബത്തിന് സംശയമുണ്ടാക്കുകയാണ്. അങ്ങനെ പിടിച്ചുകൊണ്ടുവന്ന മസ്ജിദ് നബവിയുടെ തൂണിൽ കെട്ടിയിടുകയാണ്. നിബിതങ്ങൾ വരട്ടെ, അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ട് തീരുമാനിക്കാം. പടച്ചവനെ, സുബഹി നമസ്കാരത്തിന് വേണ്ടി നിബിതങ്ങൾ കടന്നു വന്നു. നമസ്കാരം കഴിഞ്ഞപ്പോ സ്വഹാബത്ത് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, ഇന്നലെ പാതിരാത്രി അസമയത്ത് ഒരു മനുഷ്യനെ കിട്ടി നബിയേ. അവൻ ഇസ്ലാമിന്റെ അനുകൂലിയാണോ, ഇസ്ലാമിന്റെ ശത്രുവാണോ ഞങ്ങൾക്കറിയില്ല നബിയേ. അതുകൊണ്ട് അങ്ങ് വന്നിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മസ്ജിദ് നബവിയുടെ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനെ കാണാൻ പോയടോ. ആ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുന്ന മനുഷ്യനാരാണെന്ന് നിബിതങ്ങൾ ചെന്ന് നോക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സ്വഹാബാ, ഈ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുന്നത് ആരെയാണെന്നറിയുമോ സഹാബാ? യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കറിയില്ല നബിയേ, ഞങ്ങൾക്കറിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ, ഇവനാണ് സുമാമ, ഇവനാണ് സുമാമ. ഇസ്ലാമിന്റെ ഒരുപാട് ഉപദ്രവമുണ്ടാക്കിയ, നിബിതങ്ങളെ കൊല്ലാൻ പോയ, സ്വഹാബത്തിനെ കൊന്നുകളഞ്ഞ സുമാമയാണ് മസ്ജിദ് നബവിയുടെ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുന്നത്. സ്വഹാബത്ത് കൊതിച്ചു പോവുകയാണ്. എന്നോടെങ്ങാണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അവനെ കൊല്ലാറ് അല്ലാഹുവിന്റെ റസൂൽ എന്നോടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഓരോ സ്വഹാബിയും കൊതിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ നിബിതങ്ങളുടെ മറുപടി കേൾക്കാറ് കാത്തു നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയുമോ സ്വഹാബാ? ഒരാളും തൊട്ടുപോകല്ലേ സ്വഹാബാ, ഒരാളും തൊട്ടുപോകല്ലേ സ്വഹാബാ. വാള് കൊണ്ടാണ്
പരിശുദ്ധമായ ദീൻ വളർന്നെന്ന് പരിഹസിക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവര്, കാശ്മീരിൽ 27 പേരെ വെടിവെച്ച് കൊന്ന വാർത്ത കേട്ടപ്പോ അല്ലാഹുവിന്റെ ദീനിനെ കളിയാക്കുന്നവരുണ്ടല്ലോ, മുസ്ലിം സമുദായത്തെ ആക്ഷേപിക്കുന്നവരുണ്ടോ. എന്നാൽ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമം എന്തെന്നറിയുമോ? ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനെ കൊല്ലുന്നത്, ഒരാളെ കൊല്ലുന്നത് ഈ ഭൂമിയിലുള്ള സർവരെയും കൊല്ലുന്നതിന് തുല്യമാണെന്ന് പഠിപ്പിച്ച മതമാണ് അല്ലാഹുവിന്റെ മതം. കൊലപാതകത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഭീകരവാദമാകട്ടെ തീവ്രവാദമാകട്ടെ ഒരാളെയും പ്രയാസപ്പെടുത്തരുതെന്ന് പഠിപ്പിക്കുന്ന മതമാണ്. അള്ളാന്റെ ദീനിനെ കുറിച്ച് പഠിക്കണം സഹോദര. റോഡിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യന് ഉപദ്രവമായിട്ട് റോഡിൽ ഒരു കല്ല് കിടന്നാൽ, ഒരു കമ്പ് കിടന്നാൽ, ഒരു കുപ്പിച്ചില്ല് കിടന്നാൽ അതെടുത്തു മാറ്റുന്നവന് സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ച മതമാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീന്. റോഡിലൂടെ നടന്നു പോകുന്നവർക്ക് ഉപദ്രവമായി കിടക്കുന്ന ഒരു കല്ലെടുത്തു മാറ്റിയാൽ അവൻ എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മതമാണ്. ഒരിക്കലും ഒരു മുസ്ലിമിന് ഒരാളെ കൊല്ലാൻ കഴിയില്ല, ഒരാളെ വേദനിപ്പിക്കാൻ കഴിയില്ല, അവൻ ജീവിക്കുന്ന രാജ്യത്തിനെതിരായി പ്രവർത്തിക്കാൻ കഴിയില്ല. അവൻ നിയമങ്ങൾ കാറ്റിൽ പറത്തുന്നവനല്ല, അവൻ അനുസരണയുള്ളവനാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം തന്നെ അനുസരണയുള്ളവനാണെന്ന്. അവൻ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാ, ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിക്കുന്നവനാ, നിബിധങ്ങൾ പറയുന്നത് അനുസരിക്കുന്നവനാ. അതുകൊണ്ട് ഒരാളെയും കൊല്ലുന്നവനല്ല, ഒരാളെയും വേദനിപ്പിക്കുന്നവനല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പരിഹസിക്കുന്നവര്, അള്ളാന്റെ ദീനിനെ നാണം കെടുത്തുന്നവര്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയുമോ? നിന്റെ വീട് നീ മുകളിലേക്ക് ഉയർത്തിക്കെട്ടാൻ പാടില്ല. അയൽവാസിയുടെ വീട്ടിലേക്ക് കാറ്റും വെളിച്ചവും പോകുന്നതിന് തടസ്സമാണെങ്കിൽ നീ വീട് പോലും ഉയർത്തിക്കെട്ടാൻ പാടില്ലെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീൻ. അയൽവാസിക്ക് ഉപദ്രവമാകുമെങ്കിൽ അവന്റെ വീട്ടിലേക്ക് കാറ്റും വെളിച്ചവും പോകുന്നതിന് തടസ്സമാണ് 2 നില വീട് വെക്കുന്നതെങ്കിൽ നീ 2 നില വീട് വെക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ച മതമാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ദീൻ. ആ ദീനിന്റെ അനുയായികളെ പരിഹസിക്കുന്നവരുണ്ടല്ലോ. അറിയാത്തത് കൊണ്ടാ സഹോദര, നിനക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. എവനെങ്കിലും വിളിച്ചു പറയുന്നത് കേട്ടാ പോരാ, പഠിക്കണേ സഹോദര, പഠിക്കണേ സഹോദര. എന്റെ പ്രിയപ്പെട്ടവര്, നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ജദാ കാശ്മീരിൽ വെടിവെപ്പിൽ മരണപ്പെട്ടു പോയത്. ആ മനുഷ്യന്റെ പൊന്നാര മകള് പറഞ്ഞ വാർത്ത എന്തെന്നറിയുമോ? പത്രക്കാരോട് ആ പെങ്ങള് പറയുകയാ, കാശ്മീരിൽ എനിക്ക് 2 സഹോദരങ്ങളെ കിട്ടി. എനിക്ക് സ്വന്തം അച്ഛൻ മരിച്ച പൊന്നുമോള് പത്രക്കാരോട് പറയുകയാണ്, എനിക്ക് കാശ്മീരിൽ പോയപ്പോ മുസാഫിറും ഷമീർ എന്ന് പറയുന്ന 2 കൂടപ്പറപ്പുകളെയാ കിട്ടിയത്. അഭിമാനത്തോടുകൂടി പറയുകയാണ്, ബാങ്ക് വിളിക്കുന്ന പള്ളിയുടെ മിനാരത്തിലൂടെ പടച്ചവനെ അക്രമത്തെ കുറിച്ച് വിളിച്ചു പറയുകയാണ്. ഓടി വന്നത് മുസ്ലിമീങ്ങളാണ്. പടച്ചവനെ സ്വന്തം ജീവിതം പോലും നോക്കാതെ അതാ ശത്രുവിന്റെ മുമ്പിലേക്ക് ചാടി വീണിട്ട് സ്വന്തം ജീവിതം പോലും പടച്ചവനെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തതും മുസ്ലിമായിരുന്നു. ആ സമുദായമാണ് ഇന്ന് പേരുദോഷം കേൾക്കുന്നത്, ആ സമുദായത്തെയാണ് ഇന്ന് ആക്ഷേപിക്കുന്നത്. എന്നാൽ പഠിക്കേണ്ട കാര്യം എന്തെന്നറിയുമോ? പടച്ചവനെ, തീവ്രവാദിക്ക് ഒരിക്കലും മതമില്ലടോ, തീവ്രവാദിക്ക് മതമില്ല. അവൻ മതത്തെ കുറിച്ച് അറിയുമായിരുന്നെങ്കിൽ, മതത്തിന്റെ ഒരു വാചകം അറിയുമായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും ഇതുപോലെ ജോലി ചെയ്യാൻ തയ്യാറാകില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ ദീനെന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? പടച്ചവനെ, നബിതങ്ങളെ കൊല്ലാമെന്ന ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്നുകളഞ്ഞ അവനെയാണ്, ആ സുമാമയാണ് പള്ളിയിൽ കെട്ടിക്കിട്ടിരിക്കുന്നത്. അള്ളാന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, ഒരാളും ഒന്നും ചെയ്തു പോകരുത്, ഒരാൾ പോലും സുമാമയെ തൊട്ടു പോകരുത്. എല്ലാവരും അത്ഭുതത്തോടെ നിൽക്കുകയാ. ഒരാൾ
ഒരാളും അവിടെ നിന്ന് തൊട്ടുപോകരുത്. എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ്, നിങ്ങൾ കഴിക്കാൻ ഭക്ഷണം കൊടുക്കണം, ഒരിക്കലും പട്ടിണിക്കിടരുത്. നിങ്ങൾ കഴിക്കാൻ ഭക്ഷണം കൊടുക്കണേ, നിങ്ങൾ കുടിക്കാൻ ആടിന്റെ പാല് കൊണ്ടുവന്ന് കൊടുക്കണേ. ആരോടാ? സ്വഹാബത്തിനോട് പറയുകയാണ്. എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളയണമെന്ന് നബി തങ്ങൾ പറഞ്ഞ മനുഷ്യനെ കയ്യിൽ കിട്ടിയപ്പോ അള്ളാന്റെ റസൂല് പറയുന്ന തൊട്ടുപോകരുത്, ഭക്ഷണം കൊടുക്കണേ, പാല് കൊടുക്കണേ. നബി തങ്ങളൊന്നും മിണ്ടിയില്ലടോ. സ്വഹാബത്ത് നബി തങ്ങൾ പറഞ്ഞത് കാരണം അവരുടെ മനസ്സിലുണ്ടെങ്കിലും അവര് പുറത്തു കാണിച്ചില്ല. അവര് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുകയാ, പാല് കൊണ്ടുവന്ന് കൊടുക്കുകയാ. ഒരു ദിവസം കഴിഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുമാമയുടെ ചാരത്ത് നിന്നിട്ട് നബി തങ്ങൾ ചോദിക്കുന്നു, മാതാ ഇൻദകയാ സുമാമ, സുഖമാണോ സുമാമ, സുഖമാണോ സുമാമ? സുമാമ പറയുന്നു, മുഹമ്മദേ എനിക്ക് സുഖമാ. നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ, നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ. എന്നെ വെറുതെ വിട്ടാ നിനക്ക് വേണ്ട പണം മുഴുവനും ഞാൻ തരാ മുഹമ്മദ്. സുമാമയുടെ മറുപടിയാണ്. നബിതങ്ങളൊന്നും മിണ്ടാതെ പോവുകയാണ്. രണ്ടാമത്തെ ദിവസമെത്തി. നബിതങ്ങൾ അപ്പോഴും ചോദിക്കുന്നു, സുമാമ സുഖമാണോ? മുഹമ്മദേ സുഖമാണ്. നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ, ഇല്ലെങ്കിൽ എന്നെ വെറുതെ വിട്ടാൽ നിനക്ക് ആവശ്യമുള്ളത് മുഴുവനും ഞാൻ തരാ സുമാമ. നിബിതങ്ങളെ മിണ്ടാതെ പോവുകയാണ്. മൂന്നാമത്തെ ദിവസവും അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുന്നു, മാതാ ഇൻദകയാ സുമാമ, സുഖമാണോ സുമാമ? സുമാമ പറഞ്ഞ മറുപടി തന്നെയാണ് പറയുന്നത്. 3 ദിവസം കഴിഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബ അടിച്ചുവിട്, സഹാബ അഴിച്ചുവിട്, സ്വഹാബ. സ്വഹാബത്ത് അവിടെ അഴിച്ചു വിടുകയാണ്. സുമാമ സ്വഹാബത്തിന്റെ മുമ്പിലൂടെ ചിരിക്കുന്ന മുഖത്തോട് അവിടെ നിറങ്ങി നടക്കുകയാണ്. സ്വഹാബികൾ മുഴുവനും അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാ. അതാ സുമാമ മുന്നോട്ട് നടക്കുകയാണ്. പടച്ചവനെ കുറച്ച് മുന്നോട്ട് സഞ്ചരിച്ചു. എന്നിട്ട് തന്റെ വസ്ത്രമങ്ങ് മാറുകയാണ്, കൈകാലുകൾ കഴുകുകയാണ്. എന്നിട്ട് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് ഇലാ ഹളറത്തി അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് മടങ്ങി വരികയാ. സ്വഹാബത്ത് മുഴുവനും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ സുമാമ നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. മുത്തുനബിയുടെ മുമ്പിൽ വന്നിട്ട് സുമാമ പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരികയാ. എന്നിട്ട് സുമാമ പറഞ്ഞു, നബിയേ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന മുഖം അങ്ങയുടെ മുഖമാ. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നത് അങ്ങയുടെ മുഖമാണ്. ഇന്നെന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന മുഖം അങ്ങയുടേതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന നാട് മദീനയാണ്. ഇന്നെന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നാട് മദീന എന്ന് പറയുന്ന നാടാണ്. യാ റസൂലല്ലാഹ്, എന്തൊരു ജീവിതമാനബിയേ, എന്തൊരു സ്നേഹമാനബിയേ, എന്തൊരു അനുസരണയാനബിയേ. ഇത് കണ്ടിട്ട് ഞാൻ മുസ്ലിമായില്ലെങ്കിൽ ഇനി ഏത് കാലത്താ ഞാൻ നന്നാകുന്നത്? എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയുവോ? മുസ്ലിം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, മുഅ്മിനെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അവനെ കാണുമ്പോ ജനങ്ങൾ ഓടി വരികയാണ്, അവനുമായി സംസാരിക്കാൻ, അവനുമായിട്ട് സഹകരിക്കാൻ, അവനുമായി യാത്ര ചെയ്യാൻ, അവന്റെ കൂടെ താമസിക്കുവാൻ, അവന്റെ അയൽവാസിയാകാൻ. ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച ജനങ്ങൾ നമ്മളെ തേടി വരുമെന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അതുകൊണ്ട് ദീനില്ലാത്തതിനെ പേടിക്കണം സഹോദരാ, ദീനില്ലാതെ പോകുന്നതിനെ ഭയക്കണമടോ. ഇന്ന് നമുക്ക് ദീനില്ല, നമ്മുടെ വീടുകളിൽ ദീനില്ല, നമ്മുടെ ഭാര്യമാർക്ക് ദീനില്ല, നമ്മുടെ മക്കൾക്ക് ദീനില്ല, നമ്മുടെ കുടുംബം
ദീനില്ലാതെ പോവുകയാണ്. അതുകൊണ്ടാണ് യുവതലമുറ ഇങ്ങനെ തകർന്നു പോകുന്നത്. ഇവര് അടിച്ചു വിട്ട പട്ടം പോലെ പറന്നു നടക്കുന്നത് അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവരെ, അല്ലാഹുവിന്റെ ഖുർആനിന് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. മോനെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനിന് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. കേട്ടേ പറ്റു സഹോദരാ. അല്ലാഹുവിന്റെ ഖുർആനിന് പറയാനുള്ളത് എന്താണെന്ന് നിങ്ങളൊന്ന് കേൾക്കണേ. നിങ്ങൾ കേട്ടാൽ നിങ്ങളുടെ ജീവിതം മാറുമടോ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈമാൻ ഉറപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണേ അല്ലാ.